മനുഷ്യന്റെ ജീവൻ അന്യായമായി പൊലിച്ചു കളയുന്നത്. നമ്മളാരും കൊല്ലണില്ലല്ലോ. വാപ്പാന്റെ ബൈക്ക് എടുത്ത് ലൈസൻസ് ഇല്ലാതെ കുട്ടി ഓടിച്ചാൽ, ലൈസൻസ് ഇല്ലാത്ത ഒരു അഡൽട്ട് ഓടിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരാൾക്ക് വണ്ടി തട്ടിയാൾ മരിച്ചു എന്ന് വിചാരിക്കുക, കൊലപാതകത്തിന്റെ ശിക്ഷയാണ് അവിടെ. എന്തേ? നിങ്ങൾക്ക് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലല്ലോ, എന്തിനത് ഓടിച്ചു? റോഡിന്റെ നിയമം പാലിക്കാതെ റൈറ്റിക്ക് പോകണോ ലെഫ്റ്റിക്ക് പോയി, ലെഫ്റ്റിക്ക് തിരിയാനെടുത്ത് റൈറ്റിക്ക് പോയി, ഓവർ സ്പീഡിൽ പോയി, ആക്സിഡന്റ് ആയി. അത് ഖത്ലുൻ നഫ്സാണ്, ഇസ്ഹാഖുൻ നുഫൂസ്. മനുഷ്യരുടെ ജീവൻ പൊലിയുന്ന തിന്മകളാണ്, കുറ്റങ്ങളാണ്. കോടതിന് വിധി പറയുമ്പോൾ ഒരു കൊലപാതകത്തിന്റെ ശിക്ഷയാവില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക, എന്നാൽ പോലും അത് കൊലപാതകമാണ്. ഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹ്. റോഡിലൂടെ നടക്കുന്ന മനുഷ്യർ, റോഡിലൂടെ നടക്കുന്ന വിദ്യാർത്ഥിനികൾ, അങ്ങാടിയിലൂടെ നടക്കുന്നവര്, ടൗണിലൊക്കെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടാവും, 20 or 10 ഒക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പം 10 per hour. ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 20 സ്പീഡ് ഇത്ര ഒരു അങ്ങാടിയിൽ ഓടിക്കാൻ പാടുള്ളൂ എന്നാ. റോഡ് കാലിയാണെങ്കിൽ നമ്മൾ സ്പീഡ് പോയി എന്ന് വരും. പക്ഷെ ഒരു അങ്ങാടിയിൽ ആളുകളുള്ള സമയം, ആ നേരത്തെ സ്പീഡിൽ ഒരാൾ വണ്ടി ഓടിച്ചു, ഒരാൾക്ക് തട്ടി, അയാൾ മരിച്ചു. കൊലപാതകത്തിന്റെ കുറ്റമാണത്. അതൊക്കെ മരിക്കോളം അതിന്റെ സങ്കടം തീരുമോ? അതുകൊണ്ട് കുട്ടികളെ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു സംഗതി, അതൊരു വലിയൊരു വിളവാന്ന് വിചാരിക്കരുത്. 18 വയസ്സാകുന്നവരെ കാത്തിരുന്ന്, 18, 17, നാട്ടിൽ ചില കൺട്രീസിലൊക്കെ 17 ചില നാട്ടിൽ 18, അവിടെ 18 അല്ലേ? 18 ആവാൻ കാത്തുകയല്ലേ? അല്ല, അപ്പോൾ അതായിട്ട് മതി, ലൈസൻസ് കിട്ടിയിട്ടെടുത്താൽ മതി. ലൈസൻസോടുകൂടെ മാത്രമേ പൊതു നിരത്തുകളിൽ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്നത് നിയമമാണ്. മസാലിഹുൽ മുർസലയിൽപ്പെട്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അത് നമ്മുടെ അഹ്കാമുകളുടെ ഉസൂലിൽപ്പെട്ടൊരു നിയമമല്ലേ മസാലിഹുൽ മുർസല. ഒരു രാജ്യത്തിന്റെ നിയമം അതാണ്, അത് അംഗീകരിച്ചേ പറ്റൂ.